Welcome to Isha's Kitchen. ഇന്ന് നമുക്ക് ഖത്തറി സ്പെഷ്യൽ ചിക്കൻ മജ്ബൂസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ എനിക്ക് ഈ ഒരു റെസിപ്പി തന്നത് വർഷങ്ങളായിട്ട് ഖത്തറിലുള്ള എൻ്റെ ഒരു കസിനാണ്. അപ്പോൾ അവർ ഫോളോ ചെയ്യുന്ന ശരിയായ ഖത്തറി റെസിപ്പിയാണിത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടത് മജ്ബൂസ് മസാലയാണ്. മജ്ബൂസ് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പച്ചമല്ലി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, ഉണക്കമുളക് 6 എടുത്തിട്ടുണ്ട്, പട്ട 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ ഗ്രാമ്പു, പിന്നെ നല്ല ജീരകം 1 ടേബിൾ സ്പൂണ്, കുരുമുളക് 1 ടേബിൾ സ്പൂണ്, ഏലക്ക 1 ടേബിൾ സ്പൂണ്, പിന്നെ 6 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാം കൂടി പാനിലേക്ക് ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. നമുക്ക് മജ്ബൂസിക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂണും കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മജ്ബൂസ് മസാല നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇടാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ്. ചിക്കനിലേക്ക് ഉള്ളിലേക്കൊക്കെ നന്നായി മസാല പിടിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു വര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചിക്കന് 8 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. സാധാരണയായിട്ട് സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് ഇതിന് വേണ്ടി എടുക്കുക. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാൻ സ്കിന്ന് ഇല്ലാത്ത ചിക്കൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ ഫ്രൈ ചെയ്യാതെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പും കൂടി ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും. പക്ഷെ കൂടുതൽ ടേസ്റ്റ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മസാല റെഡിയാക്കാം. ഈ മസാല പുരട്ടിയ ചിക്കന് കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും, നന്നായി മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ മജ്ബൂസ് ഉണ്ടാക്കുന്നത് നാളെയാണ്. അപ്പോൾ കൂടുതൽ സമയം മസാല പുരട്ടി ഇരിക്കലോ വിചാരിച്ചിട്ടാണ് ഇന്ന് തന്നെ ചെയ്തത്. നമുക്ക് നന്നായി കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമുക്കിനി മജ്ബൂസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരു 3/4 ഭാഗം വെന്താൽ മതി കേട്ടോ. ബാക്കി നമ്മളിനി മസാലയിൽ ഇട്ടൊന്നും കൂടി വേവിക്കും. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് കിച്ചൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ആ ഒരു ഓയിലിന് ചിക്കൻ്റെ ഒക്കെ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിനി മസാല റെഡിയാക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മസാല റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 1/2 കിലോ സവാളയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ 1/2 കിലോ തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3 ടീസ്പൂണ്, പിന്നെ എടുത്തിട്ടുള്ളത് ഞാൻ പച്ചമുളകാണ് 5 ചതച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. പിന്നെ നമുക്ക് മജ്ബൂസ് മസാല ഞാനതിവിടെ 2 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഓയിലിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നന്നായി വഴറ്റണം.
അപ്പോൾ നമ്മൾ സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 കിലോ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കനിലേക്ക് 1/2 കിലോ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 4 ഏലക്കായും 2 പീസ് കറുവപ്പട്ടയും 3 ഗ്രാമ്പും 2 ഉണക്കനാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങയിൽ ചെറിയതായിട്ട് ഞാൻ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മജ്ബൂസ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. മസാല അധികം വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പക്ഷെ 2 ടേബിൾ സ്പൂൺ ഇടുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അരി വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ അരിയാണ് എടുക്കുന്നത്, അതായത് 4 ഗ്ലാസ് അരിയാണ്. അപ്പോൾ അതിന് ഞാനിവിടെ 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. നമുക്കൊരു 10 മിനിറ്റ് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായി കഴുകിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ചിക്കൻ പീസ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ 8 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. അരി നമ്മൾ 15 മിനിറ്റ് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ടില്ല. കാരണം നമ്മൾ ചിക്കൻ ഇട്ട് കുറച്ച് നേരം വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം വറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാഞ്ഞത്. ഇനി നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കന് മസാലയിലിട്ട് അതിൻ്റെ ഒപ്പം തന്നെ അരിയിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മസാലയിൽ നിന്ന് പീസ് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ഫുൾ കഗ്രിലിൻ്റെ മേലേക്ക് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ദോശക്കല്ല് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഇറക്കി വെച്ചാലും മതി. അതിൻ്റെ ഇടയിൽ 1-2 പ്രാവശ്യം മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാൻ വിട്ടുപോയത്. തക്കാളി നമ്മൾ അധികം ചേർത്തിട്ടുള്ളതുകൊണ്ട് നമുക്കിതിലേക്ക് വേറെ ടൊമാറ്റോ പേസ്റ്റ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്ലേവറിന് വേണ്ടി ഇതിൽ ചിക്കൻ ക്യൂബോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. അതൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമ്മളെ റൈസൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളെ ചിക്കൻ പീസ് അതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ മജ്ബൂസ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഖത്തറി സ്പെഷ്യൽ ചിക്കൻ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാ മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.